ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗ്രാഫിൻ്റെ ഡിഗ്രി എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഡിഗ്രി ഓഫ് എ ഗ്രാഫ്. എന്താണ് ഡിഗ്രി? ജി എന്ന് പറയുന്നത് ഗ്രാഫും വി എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ വെർട്ടെക്സും ആണ് എങ്കിൽ എന്താണ് ഡിഗ്രി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ലെറ്റ് ജി ബി എ ഗ്രാഫ് ആൻഡ് വി ബി ദ വെർട്ടെക്സ് ഓഫ് ജി, then the degree of v is the number of edges that are incident with e. എന്ന് വെച്ചാൽ ആ വെർട്ടെക്സിൽ നിന്നുള്ള എഡ്ജുകളുടെ എണ്ണത്തെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. വെർട്ടെക്സിൽ നിന്നുള്ള എഡ്ജുകളുടെ എണ്ണത്തിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയണം ജി എന്താണെന്നും, ജി ആണ് ഗ്രാഫ് എന്നും, വി എന്നുള്ളത് ഗ്രാഫിലെ ഒരു വെർട്ടെക്സ് ആണ് എന്നും പറയണം. എന്നിട്ടാണ് നമ്മൾ പറയേണ്ടത് ആ വിയിൽ നിന്നുള്ള എഡ്ജസുകളുടെ എണ്ണത്തിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ലെറ്റ് ജി ബി എ ഗ്രാഫ് ആൻഡ് വി ബി ദ വെർട്ടെക്സ് ഓഫ് ജി, ദെൻ ദ ഡിഗ്രി ഓഫ് വി ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ആർ ഇൻസിഡൻറ്റ് വിത്ത് വി. ഡിഗ്രിയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഇ ജി ഓഫ് വി എന്ന് പറയാറുണ്ട്. ഡി ഇ ജി ഡിഗ്രി എന്നുള്ളതിന് ഷോർട്ട് ഡി ഇ ജി ഓഫ് വി അല്ലെങ്കിൽ ഡി ഓഫ് വി എന്ന് പറയാറുണ്ട്. പിന്നെ ഇങ്ങനെ അപ്പോസ്ട്രഫി എല്ലാം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാറുണ്ട്. ഡി ജി ഓഫ് വി എന്ന് പറയാറുണ്ട്. അതും ഡിഗ്രീനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അത് നമുക്കൊരു ഫിഗർ വരച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. V1, V2, V3, V4, V5, V6 ഒരു ഫിഗറാണ്. ഇങ്ങനെ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുമ്പോൾ ഡി ഓഫ് V1 നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാനാണ്. എക്സാമ്പിളായിട്ട് എഴുതിയാൽ മതി. ഡിഗ്രി ഡി ഓഫ് V1 അത് നോക്കൂ. ഇതാണ് V1. ഇതിൽ നിന്ന് പോകുന്ന എഡ്ജുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 1, 2, 3 മൂന്നെണ്ണമാണുള്ളത്. അത് ഡി ഓഫ് V1 എന്ന് പറയുന്നത് 3 ആണ്. ഈ ഡി ഓഫ് V2 നോക്കൂ. V2 എന്ന് പറയുമ്പോൾ ഇവിടെ 3, 1, 2, 3, 4 എഡ്ജ്, 5 എഡ്ജ് ഉണ്ട്. 1, 2, 3, 4, 5 5 സോ ഡി ഓഫ് V2 എന്ന് പറയുന്നത് 5 ആണ്. ഡി ഓഫ് V3 ഇതാണ് V3. ഇവിടുന്ന് ഒറ്റ എഡ്ജ് പോകണതാണ്. ഡി ഓഫ് V3 പറയുമ്പോൾ 1 ആണ്. ഡി ഓഫ് V4 ഇതാണ്. അത് എന്താണ് 3 ആണ്. ഇവിടുന്ന് 3 ഉണ്ട്. ഡി ഓഫ് V5 3. ഡി ഓഫ് V6 1 ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് സെൽഫ് ലൂപ്പിനെ നമ്മളുടെ കണക്കാക്കുന്ന ഡിഗ്രി 2 ആണ്. അപ്പോൾ 2ഉം 1ഉം 3. അതാണ് ഇവിടെ മുന്നേ പറഞ്ഞതിൽ ശ്രദ്ധിച്ച് നോക്കൂ. ഇൻ ദ കേസ് ഓഫ് ലൂപ്പ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ദ കേസ് ഓഫ് ലൂപ്പ് കൺസിഡർ ആസ് ടു ബി 2. ഒരു ലൂപ്പിൻ്റെ കേസിൽ ഡിഗ്രി 2 ആയിട്ടാണ് മെഷർ ചെയ്യുക. അതുകൊണ്ടാണ് ആ ഫിഗർ വരച്ചപ്പോൾ ഇത് ലൂപ്പ് ആണ്, അതിന് 2 ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെ നിന്ന് ഒരു അഡ്ജും കൂടി. അങ്ങനെ ഡിഗ്രി ഓഫ് V6 എന്ന് പറയുന്നത് 3 ആണ്. മനസ്സിലായിട്ടുണ്ടോ? കരുതണോ? ഇനി കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനുള്ളത് മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത്. മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡെൽറ്റ. അത് ഈ ഡെൽറ്റയാണ് ഉപയോഗിക്കുക, ഡെൽറ്റ ഓഫ് ജി. ഇനി മിനിമം ഡിഗ്രിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡെൽറ്റനെയാണ് സ്മോൾ ടൈപ്പ് ഡെൽറ്റ. അപ്പോൾ ഇതാണ് മാക്സിമം ഡിഗ്രിയെ കാണിക്കുന്നത്, മിനിമം ഡിഗ്രിയെ കാണിക്കാൻ. ഇവിടെ മാക്സിമം ഡിഗ്രി നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറയുമ്പോൾ മാക്സിമം ഡിഗ്രി വന്നത് 5 ആണ്. 5 ആണ്. ഏറ്റവും കുറവ് വന്നത് 1 ആണ്. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫിഗർ കൂടി തരാം. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക നോട്ടിൽ. ഫൈൻഡ് മാക്സിമം ഡിഗ്രി, അതായത്
ഡെൽറ്റ ഓഫ് ജി എന്ന് എഴുതിയാലും മതി. ആൻഡ് ഡെൽറ്റ ഓഫ് ജി, അതായത് മിനിമം ഡിഗ്രിയും മാക്സിമം ഡിഗ്രിയും കണ്ടുപിടിക്കുകയാണ്. ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കാം. നോഡുകൾ V1 V2 എന്നൊന്നും ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ ഇട്ടാൽ മതി. V1 V2 എന്ന് തന്നെ ഇടണമെന്നൊന്നുമില്ല. എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ചിത്രം മാത്രമേ വരയ്ക്കണുള്ളൂ. ഇതാണ് ഫിഗർ. ഇതിൻ്റെ മാക്സിമം ഡിഗ്രിയും മിനിമം ഡിഗ്രിയും കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ മതി. അത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെന്താ എല്ലാ ഡിഗ്രിയും കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ മാട്രിക്സിന് വേണമെങ്കിൽ പേര് കൊടുത്തോളൂ. അങ്ങനെ ചെയ്യാണ് നല്ലത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.